18 ശാപങ്ങൾ എന്താണെന്ന് അങ്ങ് പറയേണ്ടി വരും ഇപ്പൊ. തീർച്ചയായിട്ടും. അപ്പോഴാണ് രാവണനെ കുറിച്ച് നമുക്ക് ആരാധ്യ പുരുഷനാണോ എന്ന് അറിയാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഉവ്വ. രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞു രാവണനെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ്. അതായത് നമ്മള് രാക്ഷയിൽ മുക്കിയ ഉപ്പുപോലെ നീറുന്ന അരക്കിൽ മുക്കിയ വാക്കുകൾ ഉപയോഗിക്കുന്നവൻ, പ്രവൃത്തിയെ ചെയ്യുന്നവൻ, ആ അസ്വീകാര്യമായിട്ട് പ്രവൃത്തിയെ ചെയ്യുന്നവൻ, കരയിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം രാക്ഷസീയത. ഉവ്വ. അപ്പൊ രാക്ഷയിൽ മുക്കിയ വാക്കുകളും പ്രവൃത്തികളുമുള്ള ആരോ അവരെല്ലാവരും രാക്ഷസന്മാരാണ്. പ്രത്യേകിച്ച് ഒരു ജനസിൽപ്പെട്ട ആളുകളല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരല്ല. രാക്ഷസന്മാരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ വസിക്കുന്നവരെന്നോ അല്ലെങ്കിൽ വേറെ ഏതോ ജീവവിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെ തന്നെ വേറൊരു തലത്തിലുള്ളവർ എന്നുള്ള അർത്ഥമല്ല നമ്മൾ കാണേണ്ടത്. ആ രാക്ഷസന്റെ രാക്ഷ എന്നുള്ളതിന്റെ ഒന്നുകൂടി ഒന്ന് പറയാമോ? രാക്ഷയിൽ മുക്കിയ, അരക്കിൽ മുക്കിയ, ഉപ്പുപോലെ നീറുന്ന വാക്കുകൾ ആര് ഉപയോഗിക്കുന്നുണ്ടോ, പ്രവർത്തികൾ ആര് ചെയ്യുന്നുണ്ടോ, ആരുടെ പ്രവർത്തി കൊണ്ടാണോ ആരെല്ലാം കരയുന്നത്, അങ്ങനെ ആരുടെയെങ്കിലും കണ്ണുനീർ വാർക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ പറയുന്നു, നമ്മൾ പാടുന്നു എങ്കിൽ നമ്മൾ രാക്ഷസന്മാരാണ്. അതാണ് രാക്ഷസീയത. അത് അവർക്ക് ഒരു തലയില്ല, 10 തല ഉണ്ടാവും. കാരണം അവർക്ക് ഹെഡില്ല. ഒരു ഹെഡല്ല ഉള്ളത്. ഹെഡ് ഒന്നല്ല ഉള്ളത്, 10 ഉണ്ടാവും. 10 ഹെഡും ഒരുപോലെയാണെങ്കിൽ ഹെഡില്ലെന്ന് പറയേണ്ടി വരും. അപ്പോ 10 ഇന്ദ്രിയങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടെ കാണുമ്പോൾ നമ്മൾക്ക് തിരുത്തുവാൻ ആരും ഉണ്ടാവില്ല. ചെയ്യുന്ന തെറ്റിനെ, അതായത് നമ്മുടെ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകുന്നത് നമുക്കൊരു ഹെഡ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, നീ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ തല കുനിച്ചു കൊടുക്കുന്നത് ഞാനിത് കണ്ടിട്ടുണ്ടോ, ഞാനിത് കേട്ടിട്ടുണ്ടോ, എന്റെ ബ്രെയിനിൽ അതുകൊണ്ട് കണ്ടോന്ന് പറഞ്ഞാണ് തല കുനിക്കുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തല കുനിച്ചു പോകും. അത് പ്രകൃതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 1.25 കിലോ വരുന്ന ഈ ബ്രെയിനകത്ത്, ഈ ചിപ്പില് ഇത് റെക്കോർഡാണ് ഓൾറെഡി. ആ വിഷ്വലും ആ ഓഡിയോയുമല്ല. അപ്പൊ അതാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ തല കുനിഞ്ഞു പോകുന്നതിന്റെ കാരണം പ്രകൃതിയാണ് കുനിച്ചു കാണിക്കുന്നത് ഈ ബ്രെയിനകത്ത് ഇതുണ്ടെന്ന്. അപ്പോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുറ്റബോധം പോലും തോന്നുള്ളൂ. 10 ഇന്ദ്രിയങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി 10 ഇന്ദ്രിയങ്ങളും ഒരുപോലെ ഹെഡായിട്ട് നിൽക്കുമ്പോൾ 10 ഹെഡ് ഉള്ളപ്പോ നമുക്ക് ചെയ്യുന്ന തെറ്റോ ശരിയോ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഒരു ഇന്ദ്രിയവും താഴുന്നില്ല. തുല്യ പ്രാധാന്യമാണ് ഇന്ദ്രിയത്തിന്, 10 ഇന്ദ്രിയത്തിന്. ദശേന്ദ്രിയനാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യനാവണമെങ്കിൽ മനനശേഷിയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉള്ളവനാവണം.